ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എടയ്ക്കൽ കേവിൻ്റെ ഏറ്റവും ടോപ്പ്. പക്ഷേ ഈ ഒരു നമ്മൾ കയറി വന്ന ഭാഗത്ത് പൊന്മുടിക്കോട്ട എന്നാണ് പറയുക, ഹനുമാൻ കുന്ന് പൊന്മുടിക്കോട്ട എന്നൊക്കെയാണ് പറയുക. അതിലേ വന്നിട്ടാണ് നമ്മളിന്ന് ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ട പോലെ 1600 രൂപേൻ്റെ റൂമാണ് നമുക്കിന്ന് ഇവർ ഫ്രീ ആയി തന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? എല്ലാവരും വിചാരിക്കുന്ന പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോയി സ്റ്റേ ചെയ്യാൻ പൈസ ഇല്ല, ടെൻ്റ് അടിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് രാജസ്ഥാനിൽ 10 ദിവസം ലക്ഷറി ട്രിപ്പ്, അതും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നിന്ന് അടിപൊളി ട്രിപ്പ് ചെയ്തു. ഇപ്പോൾ അത് ഇവിടെ ഫ്രീ ആയിട്ടാണ്. പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഫ്രീ ആയി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ഒരു വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ലൊക്കേഷനാണ്. നമ്മളിതാ ടെൻ്റ് അടിച്ച് നിന്ന സ്ഥലം ഇതാ അവിടെയാണ്. അവിടെ ഇതാ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ 2 കപ്പിൾസ് ഉണ്ട്. നമ്മൾ മൊത്തം 5 ടെൻ്റാണ് ഉണ്ടായത്. റിസോർട്ടിലത്തെ ആൾക്കാരും കൂടി കൂടിയിട്ട് 5 ടെൻ്റ്. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങോട്ട് രാവിലെ നമുക്ക് ഇങ്ങോട്ട് വാ പൊളിയാ, ആ പുറകത്തെ മല കാണാൻ അടിപൊളി ലുക്കാ. അപ്പോൾ അതാ നമ്മളിങ്ങോട്ട് വന്നതാണ്. അവരൊന്നും വന്നിട്ടില്ല, അവരൊക്കെ അവിടെ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി വന്നതാണ്. പക്ഷേ വന്ന് മുതലായിട്ടോ, അടിപൊളി വ്യൂ. ഈ കാണുന്നൊരു മല കണ്ടോ, ഇതാണ് നമ്മുടെ എടയ്ക്കൽ ഹില്ല്. അതിൻ്റെ ടോപ്പിലാണ് ആ ഒരു കുന്നിനെയാണ് എടയ്ക്കൽ മല എന്ന് പറയാം. മൊത്തത്തിൽ എടയ്ക്കൽ മല എന്ന് പറയുകയാണെങ്കിലും നമ്മൾ ദൂരം നിന്നൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിലുള്ളൊരു മലയാണ് ഇത്. സംഭവം അടിപൊളിയാണ്. പക്ഷെ നമുക്കിന്ന് ഭാഗ്യമില്ല, നമുക്കിന്ന് ക്ലൗഡ്സ് ബഡ്സ് ഒന്നും ഇല്ല കേട്ടോ. ഒരു മൂടിക്കെട്ടിയൊരു ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, എന്നാലും അടിപൊളിയൊരു വൈബ് പ്ലേസ് എന്നാണ് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാറേൻ്റെ ഉള്ളിൽ കൂടെ എങ്ങോട്ടേക്കോ പോവുകയാണ്. ഇവിടുന്ന് ഹെവി കൊക്കയാട്ടോ താഴേക്ക്. ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ താഴെ കിടക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഇന്നത്തെ ലൊക്കേഷനൊക്കെ? അടിപൊളിയല്ലേ? നമ്മൾ ഇന്നലെ നൈറ്റ് വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു. മോർണിംഗ് എണീറ്റ് ഇപ്പോൾ ഈ ഒരു ഹിൽ ടോപ്പിലേക്ക് കയറി. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം കുറച്ച് താഴെയാണ്, അവിടെ നിന്ന് ഹിൽ ടോപ്പിലേക്ക് കയറി. അപ്പോൾ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എനിക്കറിയാം നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ടെൻറ്റ് ഫ്രീ ആയി കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻസ്റ്റയിൽ ഒരു എൻക്വയറി വന്നു, ഒരു അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പാക്കേജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്കറിയാവുന്ന സ്ഥലങ്ങളാണല്ലോ. അങ്ങനെ നമ്മളൊരു പാക്കേജ് ചെയ്തു 2 ഡേ ആൻഡ് 1 നൈറ്റ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അവരെയും കൊണ്ടാണ്. അവരെയും കൊണ്ട് വന്നപ്പം അവർക്ക് നമ്മൾ കൊടുത്തത് ഒരു ദിവസം 4 ഡെസ്റ്റിനേഷൻ വെച്ച് 2 ദിവസം 8 ഡെസ്റ്റിനേഷനാണ് നമ്മൾ കൊടുത്തത്. അതൊരു പക്കയായിട്ട് പ്ലാനിങ്ങിലൂടെ പോയാൽ മാത്രം നമുക്ക് ഈ 8 ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വരുന്നവരൊക്കെ മെയിനായിട്ടുള്ള ഏതെങ്കിലും 1-2 സ്ഥലം കവർ ചെയ്ത് വയനാട്ടിൽ നിന്ന് തിരിച്ചു പോകാനാണ് പതിവ്. നമ്മുടെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഡെസ്റ്റിനേഷൻസ് ഉൾപ്പെടുത്തും. അവർക്ക് കസ്റ്റമേഴ്സിന് പോകാൻ പറ്റുമെങ്കിൽ
കാരണം ഹിൽ ടോപ്പ് കയറി പിന്നെ ഒരു വാട്ടർഫാളിലേക്ക് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് പറ്റില്ല. അപ്പോൾ ചിലർ പറയും അത് ക്യാൻസൽ ചെയ്യാം. പറ്റുന്നവർക്ക് നമ്മൾ 4 ഡെസ്റ്റിനേഷൻ വെച്ച് ഡെയിലി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇന്നലെ നമ്മൾ 900 കയറി, അത് കഴിഞ്ഞൊരു വാട്ടർഫാളിൽ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് നമ്മളൊരു സൺസെറ്റ് പോയിൻ്റ് കൊടുത്തു. കാരണം ഇന്നലെ അവർ ഉച്ചയ്ക്ക് വന്നത്, അതുകൊണ്ട് നമുക്ക് 3 ഡെസ്റ്റിനേഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഇവിടെ വന്ന്, നൈറ്റ് ഇവിടെ ക്യാമ്പ് ഫയറും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമ്മൾ ഇതിൻ്റെ മേലെ വന്ന് സ്റ്റേ അടിച്ചു. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടെൻ്റാണ് ബുക്ക് ചെയ്തത്. ആ സമയത്ത് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു, നമുക്കൊരു ടൂർ മാനേജറും കൂടിയുണ്ട്, അപ്പോൾ ടൂർ മാനേജർക്കുള്ള അക്കോമഡേഷനും കൂടി റെഡിയാക്കണം. അപ്പോൾ റിസോർട്ടുകാർ അത് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നത് ഒരു ടൂർ മാനേജറായിട്ട്. അപ്പോൾ എനിക്കിവിടെ ടെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടി, ഫുഡ് ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. ഒരു അടിപൊളി വ്യൂവും ക്ലൈമറ്റും ഒക്കെ ഒരു ഹിൽ ടോപ്പിൽ ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചു കേട്ടോ, ഒരു മലേൻ്റെ മുകളിൽ കയറി ടെൻ്റ് അടിക്കണമെന്ന്. ഞാൻ ഇതിന് മുമ്പ് ടെൻ്റ് അടിച്ചിട്ടുള്ളത് നമ്മുടെ എലുമ്പിലേരി ഒരു ആനേൻ്റെ ഇഷ്യൂ ഉണ്ടായില്ലേ, അതിൻ്റെ തൊട്ട പ്രോപ്പർട്ടിയിൽ. അന്ന് ഞാൻ അവിടെ സ്റ്റേ അടിച്ച സമയത്തും ആനയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അടുത്ത്, മരം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കായിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് ആനയൊന്നും വന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇന്നിപ്പോൾ 2ാമത്തെ ടെൻറ്റിങ് ഇവിടെ നമ്മൾ പൂർത്തീകരിച്ചു. അപ്പോൾ ഇനി നമ്മൾ താഴെ പോവുക, അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിരിക്കും. അത് കഴിച്ച് നമ്മൾ ഇന്നത്തെ ബാക്കി സൈറ്റ് സീയിങ് ഒക്കെ സെറ്റാക്കുക. ഇന്ന് നമുക്ക് ഫാൻറ്റൺ റോക്ക്, അത് കഴിഞ്ഞാൽ എടക്കൽ കേവ്, അത് കഴിഞ്ഞാൽ കാന്തമ്പാറ വാട്ടർഫാളോ ആനക്കുണ്ട് വാട്ടർഫാൾ. അത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം പോലെ. ഹിഡൻ വേണമെന്ന് പറഞ്ഞാൽ ആനക്കുണ്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കാന്തമ്പാറ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് മയിലാടിപ്പാറ സൺസെറ്റ് പോയിൻറ്റും കൂടി കഴിഞ്ഞിട്ട് അവർ പോവും. അപ്പോൾ ഞാൻ ഫ്രീ ആവും. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും, നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാം, നമുക്ക് ടെൻറ്റ് സ്റ്റേ അടിക്കാം, ഒക്കെ ചെയ്യാം. പിന്നെ ട്രാവൽ ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നവരോട്, ട്രാവൽ ചെയ്യാൻ ശരിക്കും പൈസേൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഡെസ്റ്റിനേഷൻ നോളജും കുറച്ച് ലാംഗ്വേജും ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിലോ ടൂർ ഓപ്പറേറ്റർ കമ്പനിയിലോ പോയിട്ട് എനിക്ക് ടൂർ മാനേജറായിട്ട് അല്ലെങ്കിൽ ടൂർ ഗൈഡായിട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഈ കോളേജ് ട്രിപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. നമ്മളെ കോൺടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഒരു കോളേജ് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഒരു 50-60 സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ സ്റ്റാഫിനെ വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ പുറത്തുനിന്ന് സ്റ്റാഫിനെ എടുക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം അവർ പൈസയും തരും, നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് തന്നെ അടിക്കാം. ഞാൻ ഇതേപോലെ രാജസ്ഥാനിലേക്ക്, ബാംഗ്ലൂർ ക്രേസി ഹോളിഡേയ്സിന് രാജസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ് പോയി. ലക്ഷറി ട്രിപ്പ്, 5 സ്റ്റാർ അക്കോമഡേഷൻ, 5 സ്റ്റാർ ഫുഡ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, AC ബസ്, അങ്ങനെ ഒരു അടിപൊളി ഒരു ട്രിപ്പായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ രാജസ്ഥാൻ മൊത്തം കവർ ചെയ്തു. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് രാജസ്ഥാൻ അങ്ങോട്ട് കട്ട് ചെയ്തു. ഇനി ബാക്കി സ്ഥലങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസയും കിട്ടും. എനിക്ക് ആ രാജസ്ഥാൻ ട്രിപ്പ് പോയെന്ന് 6000 രൂപ അവർ നമുക്ക് തന്നു. 6000 രൂപ നമുക്ക് തന്നു. അപ്പോൾ നമുക്കങ്ങനെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ഐഡിയയും കുറച്ച് നോളജും കുറച്ച് ലാംഗ്വേജും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്ത് വേണമെങ്കിൽ ഓൾ ഇന്ത്യ മൊത്തം കവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായി? നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ നാട്ടിലുള്ള ഡെസ്റ്റിനേഷൻസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പാക്കേജുകൾ നിർമ്മിച്ച് അത് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയാസ് വഴി സെല്ല് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാം. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻസൊക്കെ കവർ ചെയ്യുകയും ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഇനി താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സ്ഥലത്ത് കാണുമ്പോഴേക്കും ബൈ.